ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇപ്രാവശ്യത്തെ വീഡിയോ ഒരു ബാംഗ്ലൂർ യാത്രയാണ്. യാത്രകൾ എപ്പോഴും രസകരമാണ്, പക്ഷേ ഈ യാത്ര കുറച്ച് സ്പെഷ്യലാണ്. എന്താണെന്നുള്ളത് പറയാം. യാത്രകൾക്ക് പോകുമ്പോൾ സാധാരണ ഒരു വ്ളോഗിൽ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കൂടുതലിടുക. പക്ഷേ ബാംഗ്ലൂർ ഞാൻ കുഞ്ഞുകാലം മുതൽ പോകുന്നതാണ്. ഞങ്ങളുടെ അവിടെയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വ്ളോഗ്സിൽ. പക്ഷേ എൻ്റെ യാത്രകൾ ഇപ്പോൾ ഞാൻ കൂടുതൽ കാണിക്കുന്നത് എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും അവിടെയുള്ള ഫുഡിനെക്കുറിച്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് എൻ്റെ ഇരട്ടകൾ വർഷരക്ഷയ്ക്ക് IIM ബാംഗ്ലൂരിൽ എക്സിക്യൂട്ടീവ് MBAക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. GMAT എക്സാമൊക്കെ എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 14-15 മണിക്കൂറൊക്കെ പെർ ഡേ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതി അങ്ങനെ IIM ബാംഗ്ലൂരിലേക്ക് അവർക്ക് സെലക്ഷൻ കിട്ടി. അവർക്ക് IIM ബാംഗ്ലൂരിലും IIM കൽക്കട്ടയിലും കിട്ടി. അവർ ചൂസ് ചെയ്തത് IIM ബാംഗ്ലൂർ. ഇപ്പോൾ പോകുന്നത് അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് കാലിയാക്കിയിട്ട് IIMൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസത്തിൻ്റെ അടുത്ത് സമയമുണ്ട്. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് വരാറുണ്ടാണ്. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരാനാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ യാത്ര കാഴ്ചകളെക്കുറിച്ച് മാത്രമല്ല, ഈ കാഴ്ചകളുണ്ട്, യാത്രയുടെ കാഴ്ചകൾ. പക്ഷേ അതിലുപരി ബന്ധങ്ങളെക്കുറിച്ചും അവരെ ഒരുപാട് സഹായിച്ച എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ അനിയൻ സതീഷ് അങ്കിൾ ആൻഡ് അവരുടെ വൈഫ് സുധാൻറ്റി, പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയത്തി റാണി ആൻറ്റി, അവരുടെ ഹസ്ബൻഡ് രാമു അങ്കിൾ, അവരുടെ മോള് നിക്കിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഇവരെല്ലാവരുമാണ് ഇത്രയും കാലം അവർ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ടിരുന്നതും അവരെ സഹായിച്ചതും നമുക്ക് വലിയൊരു സമാധാനമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ യാത്ര തുടങ്ങാം. അനിത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും യാത്ര തുടങ്ങാം. അങ്ങനെ ബാംഗ്ലൂർ യാത്ര തുടങ്ങാൻ പോവാണ്. അനിതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അനിതയുടെ അമ്മയുടെ അവിടെ അവർക്ക് അമ്മയ്ക്കുള്ള കുറച്ച് മരുന്ന് എന്തൊക്കെയോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അനിത വന്ന ഉടനെ യാത്ര തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ യാത്ര തുടങ്ങാൻ പോവാണ്. ഏതായാലും ഈ യാത്ര ഒന്ന് എൻജോയ് ചെയ്യാതെ തന്നെ വിചാരിച്ചിരിക്കുകയാണ്. പിള്ളേരെ കൂട്ടിയിട്ട് കൊണ്ടുവരാനാണല്ലോ പോകുന്നത്. അപ്പോൾ ഏതായാലും 3-4 ദിവസം അവരുടെ കൂടെ സ്പെൻഡും ചെയ്ത് തിരിച്ച് പാലക്കാട് വരാൻ പോകാമെന്നാണ്. അപ്പോൾ ഏതായാലും യാത്ര തുടങ്ങുന്നു. ആദ്യത്തെ സ്റ്റോപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജൂനിയർ കുപ്പണയിൽ കഴിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വേറൊരു ജൂനിയർ കുപ്പണയിലാണ് പോയത്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 1 മണി കറക്റ്റ് പൊണ്ണാനുള്ള സമയമാണ്. അപ്പോൾ ഏതായാലും ജൂനിയർ കുപ്പണയിൽ കയറി പോവാം. നിങ്ങൾ കണ്ടുവല്ലോ നമ്മൾ വണ്ടി ഉള്ളിലെടുക്കുന്നത്. ഫുഡ് എങ്ങനെയുണ്ട് നോക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിച്ചത് നിങ്ങൾ കണ്ടു, അതെന്താണെന്നുള്ളത് പറയാം. ഒന്ന് മട്ടൻ ബിരിയാണി, മറ്റേത് മട്ടൻ നല്ലി ഫ്രൈ അല്ലേ? ഏതായാലും രണ്ടും വിത്ത് ബോൺ. അതായത് നല്ലി ഫ്രൈ പറഞ്ഞ വലിയ ബോണായിട്ടാണ്. പക്ഷെ അടിപൊളി കേട്ടോ, മസാലയും ഒക്കെ. അതായത് പ്രത്യേകിച്ച് ബിരിയാണിയിൽ കുറച്ച് ഫ്ലേവറുള്ള ബിരിയാണി. അതായത് ചിലവർക്ക് കുറച്ച് ഈ ബ്ലാൻഡ് ആയിട്ടുള്ള ബിരിയാണീസാണ് ഇഷ്ടം, തലശ്ശേരി ടൈപ്പൊക്കെ. പക്ഷെ കുറച്ച് ഫ്ലേവറുള്ള ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ഈ ജൂനിയർ കുപ്പണ ബിരിയാണി ഒരു 1.5 ബിരിയാണിയാണ്. അപ്പോൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ പാലക്കാട് കഴിഞ്ഞ് LNTയും കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം. ഇനിയുണ്ട് കേട്ടോ ജൂനിയർ കുപ്പണ, ഈ വഴിയിൽ ഇനിയുണ്ട്. പക്ഷെ ആദ്യം എത്തുന്നത് ഈ കുപ്പണ്ണയാണ്. ഈ കുപ്പണ്ണ കൊള്ളാം. ഇതിനു മുമ്പ് പോയത് വേറെ കുപ്പണ്ണയൊക്കെ ആയിരുന്നു. പക്ഷെ ആ കുപ്പണ്ണയും കൊള്ളാം, ഈ കുപ്പണ്ണയും കൊള്ളാം. സൂപ്പറാണ്, നല്ല സർവീസ്, നല്ല ഫുഡ്. അപ്പോൾ ഏതായാലും ജേണി തുടരുകയാണ്. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ഒരു 8:20 രാത്രി. ഹോസൂർ വരെ സുഖമായിട്ട് പെട്ടെന്ന് എത്തി. അവിടെ നിങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ട്രാഫിക്. ഇപ്പോൾ എൻ്റെ ഇരട്ടകളിൽ താമസിക്കുന്ന ഫ്ലാറ്റിൽ, എൻ്റെ അങ്കിളും ആണ്ടിൻ്റെ ഫ്ലാറ്റാണ്. ഇവിടെയാണ് അവർ 2-3 വർഷമായിട്ട് താമസിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് പാലക്കാട്ടിലേക്ക് 1 മാസത്തേക്ക് വരാൻ പോകണം. അത് കഴിഞ്ഞിട്ടാണല്ലോ IIM ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ അവരേതായാലും ഇന്നൊരു പെർഫോമൻസിലാണ്. IIM ബാംഗ്ലൂരിൽ പഴയ ബാച്ചിൻ്റെ ഒരു ഫെയർവെല്ലിൽ എൻ്റെ ഇരട്ടകൾ ഡാൻസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നവരെ ഞാനും അനിതയും കൂടി ഇവിടെ റിലാക്സ് ചെയ്യാൻ പോകണം. അനിത ഓൾറെഡി
റൂമൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. ഞാൻ അവിടെ സോഫയിൽ സുഖമായിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് മീല് സൂപ്പ്, ലെമൺ പെപ്പറി സൂപ്പ്, ഒരു ചൈനീസ് സൂപ്പാണ്. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഓക്കെ, അനിതയ്ക്ക് ഇഷ്ടമായി. പക്ഷെ ഞാൻ അതിൽ കുറച്ച് എരിവ് കൂട്ടിയിട്ട് കുറച്ച് നല്ലോണം എരിവ് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ അതെ, ലെമൺ പെപ്പറി ചിക്കൻ സൂപ്പ്. നല്ല ലെമണി ഫ്ലേവറാണ്. പെപ്പറും അത്യാവശ്യം കിട്ടുന്നുണ്ട്. പക്ഷെ ക്ലിയർ സൂപ്പാണ്. അതുകൊണ്ട് തിക്ക് സൂപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്നറിയില്ല. പക്ഷേ എനിക്ക് പൊതുവേ എല്ലാ സൂപ്പും ഇഷ്ടമാണ്. അനിതയ്ക്കും അതെ, അതാണ് അനിതയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പിള്ളേർ ഇനിയും എത്തിയിട്ടില്ല അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താണ്. ആൻറ്റി ഫങ്സ് അല്ലേ, FUNG, ആൻറ്റി ഫങ്. വലിയ തെറ്റില്ല, സൂപ്പ് ഓക്കെയാണ്. ഇനി അടുത്തത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസ് ഒരു കോംബോ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ എന്താ പറഞ്ഞാൽ കുറേയൊക്കെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കിട്ടും. വേറെ പലവടിയും നമ്മൾ പുറത്ത് ഇവിടെ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുമ്പോൾ വേറെ സിറ്റീസിൽ പോയാലും എപ്പോഴും ഇന്ത്യനൈസ്ഡ് ആയിട്ടാണ്. ഇത് ഇന്ത്യനൈസ്ഡ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറേയും കൂടി ഒത്തൻറ്റിക് ആണ് നമ്മുടെ ബാംഗ്ലൂരിൽ കിട്ടുന്ന സാധനം. അപ്പോൾ ഏതായാലും സൂപ്പ് കഴിഞ്ഞ് ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ അതെ, ഫ്രൈഡ് റൈസും കൂടി നോക്കാം. ആൻറ്റി ഫങ് കാണാൻ ഏതായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ബേസിൽ ലീഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇലയൊക്കെ ഇട്ട് സെപ്പറേഷൻ നടത്തി. ഇവിടെ റൈസ് വരെ ബേസിൽ ഫ്ലേവേർഡ് ചില്ലി ബേസിൽ ചിക്കനാണെന്ന് ഗ്രേവി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കാണാൻ ഏതായാലും നല്ല രസമുണ്ട്, ആപ്പിറ്റൈസിങ് ആണ്. അപ്പോൾ അതെ, ആൻറ്റി ഫങ്സ് ഫ്രൈഡ് റൈസ് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓ, അടിപൊളി കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ്. ആ സൂപ്പിൽ തന്നെ എല്ലാം ഫ്രഷ് ഫ്ലേവേഴ്സ് ആയിരുന്നു. വെജിറ്റബിൾസൊക്കെ വളരെ ഫ്രഷ് ആയിരുന്നു. ലെമൻ്റെ ഫ്ലേവർ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. അതിൻ്റെ പെപ്പർ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലിയർ സൂപ്പായിരുന്നു. എനിക്ക് എല്ലാ ടൈപ്പ് സൂപ്പും ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അനിതയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രൈഡ് റൈസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. അത് വെറുതെ ഭംഗി വാക്കിനെ പറയില്ല, അടിപൊളി. ഇനി ഒരു ചിക്കനും കൂടി ഞാൻ നോക്കട്ടെ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഈ ബേസിൽ. സോറി, ചവച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ പറയണമല്ലോ. ഈ ബേസിൽ ചില്ലി ഫ്ലേവേർഡ് ചിക്കൻ ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഐ ലവ് ഇറ്റ്. അപ്പോൾ ഏതായാലും ബാംഗ്ലൂർ വന്ന് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യും ആൻറ്റി ഫങ്സ്. ഞങ്ങൾ സ്വിഗ്ഗിയിൽ ജസ്റ്റ് വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സ്പൈസി സോസും കൂടി അവരയക്കും, അതും കൂടി ഓർഡർ ചെയ്തോളൂ. കിടുവായിട്ടുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും വളരെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ചിയേഴ്സ്. അങ്ങനെ വർഷരക്ഷ അവരുടെ IIM ബാംഗ്ലൂരിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡാൻസ് അല്ലേ കളിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, വെരി ഗുഡ്. അപ്പോൾ നല്ല കയ്യടിയൊക്കെ കിട്ടി വന്നിരിക്കുകയാണ്. അവരിനി കൂടുതൽ വീഡിയോ എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അവരൊന്ന് ഫ്രഷ് ആയിട്ട് പോകാം. രാത്രി 11 മണി കഴിഞ്ഞു. ഇനിയെങ്കിലും അവർ റിലാക്സ് ചെയ്ത് കിടക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നാളെ. ഞങ്ങൾ 4 പേര് ഇന്ന് റെഡിയാണ്. ഇന്ന് ഇവരുടെ ട്രീറ്റാണ്. ഒരു പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് എന്നാ പറഞ്ഞത്, മീസോ അല്ലേ? മീസു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി മീസുവിൽ പോയി നോക്കാം മീസു എങ്ങനെയുണ്ട്.
ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇന്നത്തെ ട്രീറ്റ് ഇതേ ഈ രണ്ടാൾക്കാരുടെ ആയിരുന്നു. ഏതായാലും ഒരുപാട് വർഷത്തെ ജോലിയായി കഴിഞ്ഞ് ഈ കമ്പനിയിൽ 3 വർഷം, അതിന് മുമ്പ് വേറെ കമ്പനി 2 വർഷം, ഇനിയിപ്പോൾ ഒരു IIM ബാംഗ്ലൂരിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ് ആയിരുന്നു എനിക്കും അനിതയ്ക്കും. തിന്ന് വയ്യാണ്ടായിട്ട് ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്ന് പാനേഷ്യൻ ആയിരുന്നു, എന്തൊക്കെയോ കഴിച്ചു. അതായത് സൂഷി ഉണ്ടായിരുന്നു, ടെമ്പുറ ഉണ്ടായിരുന്നു, അതൊക്കെ ജാപ്പനീസ്. അത് ഡിംസം ഉണ്ടായിരുന്നു, പിന്നെ തായ് സൂപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജാപ്പനീസും തായും ചൈനീസും ഷാങ്കായ് ചിക്കൻ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ വിധത്തിലും തരത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു. ബാക്കി ബാംഗ്ലൂർ വിശേഷങ്ങൾ നാളെ രാവിലെ എണീച്ചത് നോക്കാം. ഇനിയിപ്പോൾ സുഖമായി കിടന്ന് നോക്കാം. അങ്ങനെ പിള്ളേർ 3 വർഷം താമസിച്ച ഈ ഫ്ലാറ്റിനോട് അവർ ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. എല്ലാം കാലിയാക്കി കഴിഞ്ഞു, ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കുറേ ഫർണിച്ചറൊക്കെ ഇവിടെ തന്നെ വിടുന്നു. ബിക്കോസ് ഇത് എൻ്റെ ആൻറ്റിയുടെ അങ്കിളിൻ്റെയും ഫ്ലാറ്റ് തന്നെയാണ്, അവരുടെ നിന്നാണ്. അവരാണ് ഈ ഫ്ലാറ്റ് ഇവർക്ക് താമസിക്കാൻ വേണ്ടി തന്നത്. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വിടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വിട്ടിട്ട് ബാക്കിയൊക്കെ എടുത്തിട്ട് നേരെ ഇപ്പോൾ എൻ്റെ മോൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ എൻ്റെ മോൻ്റെ വീട്ടിലെത്തി. അവൻ്റെ ഭാര്യ വീട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, ഡെക്കോറൊക്കെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത 2-3 ദിവസം ഇവിടെ നമുക്കുള്ള കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കഴിക്കാൻ നേരെ പോവാം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. ഫ്രൂട്ട് സലാഡെന്ന് പറയാൻ പറ്റില്ല, വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. ചോക്ലേറ്റും ഓട്സും ചിയ സീഡ്സ്, കിവി, ഗ്രേപ്സ്, ബ്ലൂബെറി. ഓ മൈ ഗോഡ്, ബ്ലൂബെറി ആൻഡ് വാട്ടർമെലൺ അല്ല, സ്ട്രോബെറി. കാണുമ്പോൾ മനസ്സിലായില്ല, കുട്ടികളാണ് പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ദോശയൊക്കെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ അച്ചുവിൻ്റെ വീട്ടിൽ, അതായത് ആകാശിൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റുള്ള സമയമായി. അവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, മോനും എൻ്റെ മരുമോളും. അപ്പോൾ അതേ ബാക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണം. എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഞാനപ്പോൾ അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. ഫ്രൂട്ട് സലാഡെന്ന് പറയാൻ പറ്റില്ല, വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. ചോക്ലേറ്റും ഓട്സും ചിയ സീഡ്സ്, കിവി, ഗ്രേപ്സ്, ബ്ലൂബെറി. ഓ മൈ ഗോഡ്, ബ്ലൂബെറി ആൻഡ് വാട്ടർമെലൺ അല്ല, സ്ട്രോബെറി. കാണുമ്പോൾ മനസ്സിലായില്ല, കുട്ടികളാണ് പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ദോശയൊക്കെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. സ്പെഷ്യൽ സലാഡ് ഇതാ ടേസ്റ്റ് ചെയ്യണേ. അടിപൊളി, മെൽറ്റഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ലെറ്റ് മീ എൻജോയ് ബ്രേക്ക്ഫാസ്റ്റ്. 105 വയസ്സുള്ള മിസ്റ്റർ മാർലോ കഴിഞ്ഞ പ്രാവശ്യവും കാണിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ട്രിപ്പിൽ. ഇദ്ദേഹം ഇപ്പോൾ സീനിയർ സിറ്റിസണൊന്നും കൂടിയല്ല, സൂപ്പർ സീനിയർ സിറ്റിസനാണ്. ഇദ്ദേഹത്തെ കുഞ്ഞു കുട്ടീനെ പോലെ നോക്കണം. അങ്കിൾ ഇതാ അവിടെ ഉണ്ട്, സതീഷ് അങ്കിള്. സുധാന്റി. ഇവർ രണ്ടുപേരും മാർലോനെ ഇപ്പോഴും ഇങ്ങനെ പൊന്നുപോലെ നോക്കണ പോലെ കൊണ്ടാണ് മൂപ്പർക്ക് ഇത്ര വയസ്സായിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നത്. പക്ഷെ 105 എന്നൊക്കെ പറയുമ്പോൾ ഭീകര വയസ്സാണ്. ഞാൻ ഈ 105 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഡോഗ് ഇയേഴ്സാണ് പറയണത്. നായ്ക്കളെക്കുറിച്ച് അറിയുന്നവരും നായ്ക്കളെ സ്നേഹിക്കുന്നവർക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. എനിവേ, ബാംഗ്ലൂർ ട്രിപ്പിൽ ഈ വീട്ടിലേക്ക് നിർബന്ധമായിട്ട് എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. അപ്പോൾ എപ്പോഴും കാണുന്ന ഒരാളുമാണ് ഇദ്ദേഹവും. അപ്പോൾ ഇന്നും ഇദ്ദേഹത്തിനെയും കൂടി കാണിക്കുന്നു. അങ്ങനെ മാസ്റ്റർ ഷെഫ് സുധാന്റിയുടെ അടിപൊളി സ്പ്രെഡാണെന്ന്. ഇതാ പന്നീർ ആൻഡ് പീസ് കറി, മംഗലാപുരം സ്റ്റൈൽ രസം, പത്രോടെ കടലക്കറി, പിന്നെ നൂൽപുട്ട്, ചോറ്, ചപ്പാത്തി, സലാഡ്സ്, പത്രോടെ, അതൊക്കെ പറഞ്ഞു ഞാൻ. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി കൂടുതൽ സംസാരിക്കണില്ല, എനിക്കും കഴിക്കണം. ഇതായി എൻ്റെ രസമൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. ആസ് ഓൾവേസ് അടിപൊളി സദ്യ ഫ്രം മാസ്റ്റർ ഷെഫ്. അപ്പോൾ ഇന്നത്തെ ഔട്ടിങ് കൂടി കുട്ടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടു സതീഷ് അങ്കിളിനെയും സതീഷ് അങ്കിളുടെ വൈഫ് സുധാന്റി, അവരുടെ 100 ചില്ലാനും വയസ്സ് പഴക്കമുള്ള പാവം ആ ഒരു വയസ്സനായ മാർലോ എന്ന് പറയുന്ന ലാബ്രഡോറിനെയൊക്കെ കണ്ടു. ഇന്ന് പോകുന്നത് അച്ഛൻ, അത് ഇന്നലെ മീറ്റ് ചെയ്തത് അച്ഛൻ്റെ അനിയനും അവരുടെ വൈഫിനെയാണ്. ഇന്ന് പോകുന്നത് അച്ഛൻ്റെ അനിയത്തി റാണി ആൻറ്റി,
ആൻഡ് സയൻറ്റിസ്റ്റാണ്. അവരുടെ ഹസ്ബൻഡ് രാമു അങ്കിൾ, അവരുടെ ഡോട്ടർ നിക്കി, അവരുടെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ട്. സോ ഇന്ന് എല്ലാവരും വലിയൊരു കൂട്ടായി 10 ആൾക്കാർ വരെ ഒരു റെസ്റ്റോറൻറ്റ് പോകണം. ഏതാ റെസ്റ്റോറൻറ്റ്? തന്തൂരി താൽ. അതായത് എൻ്റെ ട്വിൻസാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് റാണി ആൻറ്റിയും രാമു അങ്കിളും, അതായത് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി, അവരുടെ ഹസ്ബൻഡൊക്കെ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. നല്ല വെജും കിട്ടണം, നല്ല നോൺ വെജും കിട്ടണം. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടല്ലോ നോൺ വെജും കഴിക്കാനൊക്കെ. അപ്പോൾ രണ്ടും നല്ലതായി കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നേരെ നമുക്ക് പോവാം തന്തൂരി താൽ. മാൻസിയുടെ വക അതാ എയർ ഫ്രയറിലിട്ട് ചിക്കൻ ഫ്രൈ ആക്കാൻ പോകണം. മാരിനേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കുറേ നേരം മാരിനേറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും സ്പെഷ്യലാണ് മാൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാൻസി ക്രിയേറ്റ് ചെയ്ത സലാഡ്സും കണ്ടില്ലോ, എക്സോട്ടിക്കാണ്. സ്ട്രോബെറീസും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെയാണ് ഇതിൽ മുകറിയും. ഇന്ന് ചിക്കൻ ഫ്രൈയും ഉണ്ട്, മാൻസി സ്പെഷ്യൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും എക്സോട്ടിക്കാണ്. കിഷ് എഗ്ഗും വെജിറ്റബിൾസും എല്ലാം ഇട്ട് ബേക്ക് ചെയ്തെടുത്ത പോലെയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, കിഷ്, ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ലഞ്ച് ചിക്കൻ കറി, എയർ ഫ്രയറിൽ വെച്ചുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാരിനേറ്റ് ചെയ്തിട്ട്, റൈസ്, സ്പെഷ്യൽ സലാഡ്, സ്പെഷ്യലുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്തതായിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ ഉപ്പേരിയോ അല്ലെങ്കിൽ തോരൻ എന്ന് പറയാം, പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളൊരു സംഭവം. അങ്ങനെ ഒരു 4 ദിവസത്തെ ബാംഗ്ലൂർ എന്താ പറയുക വാസം കഴിഞ്ഞ് തിരിച്ച് പാലക്കാട്ടിലേക്ക് ഞാനും അനിതയും രക്ഷ ക്യാമറ വുമൺ രക്ഷയാണ്, അല്ല സോറി വർഷയാണ്, രക്ഷ ബാക്കിലാണ്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത സ്റ്റോപ്പ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബാംഗ്ലൂരിലെ റോഡുകൾ കണ്ടോളും. രാവിലെ ഒരു 8 മണി ആയതുകൊണ്ട് കുറച്ചെങ്കിലും തിരക്ക് കുറവ്, അല്ലെങ്കിൽ ഭീകര തിരക്കാണ്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. എന്തായി ഒരുപാട് തിരക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ബാംഗ്ലൂർ വിടാലോ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ബാംഗ്ലൂരിലേക്ക് വിടാം. In 600 meters, keep right. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, കഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടുമല്ലോ. അപ്പോൾ ഏതായാലും ഇനിയൊരു ലോങ് ഡ്രൈവ് ഉണ്ട്. ഇനി ഊണ് കഴിക്കുന്നതിന് മുമ്പ് എത്തിയില്ലെങ്കിൽ ഊണ് കഴിക്കാനും കൂടി നിൽക്കുക. ഏതായാലും വർഷ, അനിത, അതാ അവിടെ തലയിട്ട രക്ഷ
ഇവിടെ നമ്മൾ സ്ഥിരം നിർത്തുന്ന കൃഷ്ണ ഇന്നോ എന്താണ് വാട്ട്സ് നെയിം ഓഫ് ദിസ് പ്ലേസ്? കൃഷ്ണ ഇന്നിൽ തന്നെ നിർത്തിയ. പൊതുവേ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഇവിടെ തന്നെയാണ് പെട്രോൾ അടിക്കാനും എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിർത്താറ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ചലോ പാലക്കാട്. അങ്ങനെ സേലം കഴിഞ്ഞ് ലഞ്ചിന് നിർത്തി. ലഞ്ചിന് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല, ബിക്കോസ് നല്ല തിരക്കാണ് ഹോട്ടൽ. ഒരു ശരവണ ഭവൻ പറഞ്ഞിട്ട് സേലം കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നല്ല വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് കയറി പെട്ടെന്ന് മീൽസ് കഴിച്ച് പെട്ടെന്ന് വിട്ടു. ബിക്കോസ് സേലത്തിന് മുമ്പ് ഉഗ്രൻ ട്രാഫിക് ബ്ലോക്ക്. അപ്പോൾ ഒരുപാട് സമയം അവിടെ പോയി. അപ്പോൾ എന്തായാലും അത്ര നേരം സമയം ഒരു ലാവിഷായിട്ട് സുഖമായിരുന്ന് റിലാക്സ് ചെയ്ത് കഴിച്ചില്ല. ജസ്റ്റ് പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്ത ലഞ്ച് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നേരെ പാലക്കാട്ടിലേക്ക്. അങ്ങനെ വാളയാറ് ക്രോസ് ചെയ്തു. എപ്പോഴും വാളയാറ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയാണ്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും വൈഫൊക്കെ പറയുന്ന കാര്യമാണ്. കേരളത്തിലെത്തി എന്നുള്ള ആദ്യ ഒരു സൈനാണ് നമ്മുടെ നാട്. അപ്പോൾ നമ്മുടെ വീടും എടുത്തെത്തി, നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം. ഏതായാലും റൈഡ് രസമായിരുന്നു കേട്ടോ. ഹോണ്ട ഹെബ്ബാർ എപ്പോഴത്തെ പോലെ തന്നെ ഫുൾ ഫോമിലായിരുന്നു, ഒരു പ്രോബ്ലവും തന്നില്ല. ഇനി ആകെ കുറച്ച് 20 കിലോമീറ്റർ 18 കിലോമീറ്റർ ആകുമ്പോഴേക്കും നമ്മുടെ വീടെത്തും. അപ്പോൾ ഈ റൈഡ് ഓവറോൾ രസമായിരുന്നു, ട്രിപ്പും രസമായിരുന്നു. ബാക്കി കാര്യങ്ങൾ വീട്ടിലെത്തിയിട്ട് പറയാം. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ആസ് യൂഷ്വൽ ഹോണ്ട ഹെബ്ബാറിലായിരുന്നു യാത്ര. നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ ഏതായാലും എപ്പോഴത്തെ പോലെ തന്നെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ ഹോണ്ട ഹെബ്ബാർ വളരെ വിശ്വസ്തനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. യാത്രയും രസകരമായിരുന്നു, ഫാമിലിയുടെ കൂടെയുള്ള ടൈമും രസകരമായിരുന്നു. ഇനി കുറച്ച് ദിവസം പിള്ളേർ വീട്ടിലുണ്ട്, അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ സന്തോഷങ്ങൾ, കൂടുതൽ ഇൻഫർടൈൻമെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു ഓൾ. ബൈ.